Good morning, dear students. Welcome back to our next section of our first chapter, Revolutions that Influenced the World. In the last class, we have discussed about Russian Revolution. Today, we are going to discuss about Chinese Revolution. In the 20th century, China witnessed revolutions against the foreign rule and monarchy. The colonial powers of Europe and America adopted policies in China. They are opium trade and open door policy. The colonial powers of Europe and America adopted policies in China. They are known as opium trade. Opium trade and another one is open door policy. Let's discuss about opium trade and open door policy. Opium trade. Chinese silk, tea and earthenware were in great demand all over Europe. China gained huge profit through the export of these items. There was nothing to import to China from Europe. As a result, the European traders suffered a great loss. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ആസ് എ റെമഡി ഫോർ ദിസ്, the British traders imported opium, an intoxicant, to China. This affected the Chinese trade and its consumption made the Chinese people mentally imbalanced. It resulted in economical and mental subjugation of the Chinese. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. ഓപ്പൺ ഡോർ പോളിസി. By the end of the 19th century, several European countries acquired trade privileges in China. America could not acquire the privilege as it was not concerned about China at that time. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. To acquire the privilege, John Hay, the then State Secretary of the USA, proclaimed the open door policy. As per this policy, America argued for equal rights and opportunities for all countries in Chinese market. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഈ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. China was divided into different regions to be controlled by various countries. The aim of this policy was to create an opportunity for the USA to interfere in China. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ഒപ്പിയം ട്രേഡും ഓപ്പൺ ഡോർ പോളിസിയും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഒപ്പിയം ട്രേഡ്, അതായത് നമ്മൾ പറഞ്ഞു ഒപ്പിയം ട്രേഡ്, കറുപ്പ് വ്യാപാരം, ഒപ്പിയം എന്ന് പറയുന്ന ഒരു ഇൻടോക്സിക്കൻ്റ് ആണെന്ന് പറഞ്ഞു. ഈ ചൈനയിലേക്ക് ഈ കറുപ്പ് ഇറക്കുമതി ചെയ്തതിലൂടെ അവരെ മാനസികമായിട്ട് ഇംബാലൻസ് ചെയ്യിക്കുക, അങ്ങനെ ചൈനയിൽ അവരുടെ അല്ലെങ്കിൽ അമേരിക്ക തങ്ങളുടെ എല്ലാ അധികാരവും നേടിയെടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുള്ള ഒരു പോളിസി. അതേപോലെ തന്നെ ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത്, തുറന്ന വാതിൽ എന്ന് പറയും.
ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുമ്പോൾ ചൈനയിലേക്ക് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ചൈനയിലേക്ക് പിന്നെ വരുന്നതിന് അവകാശം കൊടുക്കുന്ന ഒരു നിയമമായിരുന്നു ഓപ്പൺ ഡോർ പോളിസി എന്നുള്ളത്. ആ ഓപ്പൺ ഡോർ പോളിസിയിലൂടെ അമേരിക്കയ്ക്കും ചൈനയുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരം ലഭിക്കണം എന്നതാണ് ഇതിലൂടെ അവർ അർത്ഥമാക്കിയത്. ഇപ്പോൾ നമ്മൾ കണ്ടു ഇപ്പോൾ കഴിഞ്ഞ റവല്യൂഷൻസ് എല്ലാം പറഞ്ഞപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ചൈനയിൽ ഈ അമേരിക്ക കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതേ രീതിയിൽ ചൈനയിലെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഫ്രീ ആയിട്ട് ഇന്റർഫിയർ ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ചെയ്തത്. ദെൻ the colonial powers of Europe and America adopted these policies, opium trade and open door policy. The Manchu dynasty in China favored the foreign interference and domination. China was ruled by Manchu dynasty. Manchu dynasty. Manchu dynasty in China favored the foreign interference and domination. Some secret organizations in China revolted against in 1900. Then the emblem of these organizations was the Boxer's Fist. The emblem of this organization is Boxer's Fist. So it is known as the Boxer Rebellion. So the Boxer Rebellion was the domination and interference against the foreign interference. The Boxer Rebellion, it is known as the secret organization emblem is Boxer's Fist. So it is known as Boxer Rebellion. Then in 1911, another revolution that took place under the leadership of Dr. Sun Yat-sen against the Manchu dynasty. 1911. Another revolution took place under the leadership of Dr. Sun Yat-sen. എഗെയിൻസ്റ്റ് ദി മഞ്ജു ഡൈനാസ്റ്റി. അപ്പോൾ നമ്മളത് പറഞ്ഞു, മഞ്ജു ഡൈനാസ്റ്റി ഫോറിൻ ഇന്റർഫിയറൻസിനെ വളരെയധികം ഫേവർ ചെയ്തിരുന്നു. അപ്പോൾ അതിനെതിരെ എന്തുണ്ടായി? നമ്മൾ പറഞ്ഞു ബോക്സർ റെബല്യൺ ഉണ്ടായി. ഇതുകൂടാതെ 1911 ഡോക്ടർ സൺ യാറ്റ്-സെന്നിന്റെ ലീഡർഷിപ്പിൽ മറ്റൊരു റെവല്യൂഷൻ എന്തിനെതിരെയാണ്? മഞ്ജു ഡൈനാസ്റ്റിക്കെതിരെ മറ്റൊരു റെവല്യൂഷൻ ഉണ്ടായി. ദിസ് എൻഡഡ് ദി മൊണാർക്കി ഇൻ ചൈന. ഈ ഒരു റെവല്യൂഷനോട് കൂടിയിട്ടാണ് അവിടുത്തെ മൊണാർക്കി അവിടെ എൻഡ് ചെയ്തത് എന്നുള്ളത്. ആഫ്റ്റർ ദിസ് റെവല്യൂഷൻ കുമിങ്ഡാങ് പാർട്ടി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ചൈന ആൻഡ് ഫോം എ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സൺ യാറ്റ്-സെൻ. അപ്പൊ ഈ ഒരു ഇതിനു ശേഷം, അല്ലെങ്കിൽ സൺ യാറ്റ്-സെന്നിന്റെ ലീഡർഷിപ്പിൽ ഒരു റവല്യൂഷൻ വന്നു. അതിനുശേഷം സൺ യാറ്റ്-സെന്നിന്റെ ലീഡർഷിപ്പില് കുമിങ്ഡാങ് പാർട്ടി അധികാരത്തിൽ വന്നു. കുമിങ്ഡാങ് പാർട്ടി. After this revolution, Kuomintang party established in China under the leadership of Sun Yat-sen. He gave importance to the ideologies nationalism, democracy and socialism. He gave the importance to the ideologies nationalism, democracy and socialism. These are known as three principles of Sun Yat-sen. Three principles. Three principles of Sun Yat-sen. Then, what is known as nationalism? First one, nationalism.
നാഷണലിസം മീൻസ് ടു എക്സ്പെൽ ദി മഞ്ജു ഡൈനാസ്റ്റി ആൻഡ് ദി ഇമ്പീരിയൽ പവേഴ്സ്. അല്ലെ, സന്യാസൻ നാഷണലിസം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതാണ് ടു എക്സ്പെൽ ദി മഞ്ജു ഡൈനാസ്റ്റി. മഞ്ജു ഡൈനാസ്റ്റിയെ എക്സ്പെൽ ചെയ്യുക, പുറത്താക്കുക. എന്നിട്ട് എന്താണ്, മഞ്ജു ഡൈനാസ്റ്റി ആൻഡ് ദി ഇമ്പീരിയൽ പവേഴ്സ്, അവിടെ ഉള്ള ഇമ്പീരിയൽ പവേഴ്സിനെയും അതേപോലെ തന്നെ മഞ്ജു ഡൈനാസ്റ്റിയെയും പുറത്താക്കുക എന്നുള്ളതാണ് നാഷണലിസം എന്നതുകൊണ്ട് മീൻ ചെയ്തത്. ദെൻ ഡെമോക്രസി ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് റൂൾ. നമുക്കറിയാം അല്ലെ, ഡെമോക്രസി എന്നുള്ളത് എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അത് തന്നെയാണ് അദ്ദേഹം മീൻ ചെയ്തത്, ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് റൂൾ എന്നുള്ളത്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് സോഷ്യലിസം, ടു കൺട്രോൾ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഈക്വാലിറ്റി. അല്ലെ, കൺട്രോൾ ക്യാപിറ്റലിനെ കൺട്രോൾ ചെയ്ത് ലാൻഡ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് സോഷ്യലിസം എന്നുള്ള കൺസെപ്റ്റ്. അല്ലെ, ഓൾ ആർ ഈക്വൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരിക. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഒരു 3 പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം എന്നീ 3 പ്രിൻസിപ്പിൾസിനാണ് ഹി ഗേവ് ഇമ്പോർട്ടൻസ് ദി ഐഡിയോളജീസ് നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. Sun Yat-sen decided to avoid the unjust laws and treaties signed the foreign countries, and the Kuomintang Republic adopted measures for the progress of agriculture and industry. അപ്പോൾ സന്യാസൻ വന്നതിന് ശേഷം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരുപാട് മെഷേഴ്സ്, ചൈനയ്ക്ക് ഫേവർ ആയിട്ടുള്ള ഒരുപാട് മെഷേഴ്സ് കൊണ്ടുവന്നു. He decided to avoid the unjust treaties signed with the foreign countries. ഫോറിൻ കൺട്രീസുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റീസ് അദ്ദേഹം അവോയ്ഡ് ചെയ്തു, അൺജസ്റ്റ് ട്രീറ്റീസ് അദ്ദേഹം അവോയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ കുമിന്താങ് റിപ്പബ്ലിക് അഡോപ്റ്റഡ് വേരിയസ് മെഷേഴ്സ് ഫോർ ദി പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. Then the China received assistance from Russia and the Chinese Communist Party was formed. അങ്ങനെ പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഫ്രം റഷ്യ ആൻഡ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. Chinese Communist Party. In the beginning, Kuomintang Party and Chinese Communist Party cooperated with each other. But this cooperation disturbed when Chiang Kai-shek became the head of the republic following the death of Sun Yat-sen. അപ്പോൾ ആദ്യം എന്താണ്, കുമിന്താങ് പാർട്ടിയും അതേപോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവര് കോപ്പറേറ്റ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് സൺ യാറ്റ് സെന്നിന്റെ മരണശേഷം പിന്നീട് വന്നത് ചിയാങ് കൈഷക് ആണ്. അപ്പൊ ചിയാങ് കൈഷക് അദ്ദേഹം വന്നതോട് കൂടിയിട്ട് ഇവരുടെ ആ ഒരു കോപ്പറേഷൻ അവിടെ ഇല്ലാതായി എന്നുള്ളതാണ്. ദിസ് വാസ് ദ ഇൻസിഡന്റ് ദാറ്റ് റിലേറ്റഡ് ടു സൺ യാറ്റ് സെൻ. അപ്പൊ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യന് വരാം, സൺ യാറ്റ് സെന്നിന്റെ റോൾ എന്താണ്? റോൾ ഓഫ് ദി ചൈനീസ് ഗവൺമെന്റ് ലെഡ് ബൈ സൺ യാറ്റ് സെൻ എൻഡിങ് ദി ഫോറിൻ ഡോമിനേഷൻ. Role of the Chinese government led by Sun Yat-sen in ending the foreign domination. First one, he decided to his important one is his 3 principles: nationalism, democracy and socialism. Then he decided to avoid the unjust treaties signed with foreign countries. Then Kuomintang Party gave importance to agriculture and industry. Then he received assistance from Russia and Chinese Communist Party formed. Then this was the role of Sun Yat-sen to ending the foreign domination. Next we are going to discuss about Chiang Kai-shek. Role of Chiang Kai-shek. He started military autocracy in China and he gave opportunity for foreign country to freely interfere in China. അപ്പോൾ ചിയാങ് കൈഷക്, ഇപ്പൊ സൺ യാറ്റ്-സെന്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചൈനയ്ക്ക് ഫേവർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം വന്നിട്ടുള്ള ചിയാങ് കൈഷക്
ചൈനയിൽ എങ്ങനെയാണ് ഹി സ്റ്റാർട്ടഡ് മിലിറ്ററി ഓട്ടോക്രസി ഇൻ ചൈന. ദെൻ he gave opportunity for foreign countries to freely interfere China. He did not cooperate with the communists. അപ്പോൾ ഇദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് ഫോറിനേഴ്സിന് ചൈനയിൽ ഇടപെടാനുള്ള ഒരു അവസരം കൊടുത്തു. അതുപോലെ തന്നെ ഹി ഡിഡ് നോട്ട് കോപ്പറേറ്റ് വിത്ത് കമ്മ്യൂണിസ്റ്റുമായിട്ട് അദ്ദേഹം കോപ്പറേറ്റ് ചെയ്തു പോവാത്തൊരു പോളിസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രീസ്, ബാങ്കിങ് ആൻഡ് ഫോറിൻ ട്രേഡ് were controlled by foreign countries. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സമയത്ത് കോൾ അയൺ ഇൻഡസ്ട്രീസ്, ബാങ്കിങ്, ഫോറിൻ ട്രേഡ് were controlled by ഫോറിൻ കൺട്രീസ്. എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സന്യാസന് ഉണ്ടായിരുന്നപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ചിയാങ് കൈഷക്ക് വന്നതിന് ശേഷം വീണ്ടും ചൈനയിലെ കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് ഫോറിൻ ഇന്റർഫിയറൻസ് വന്നു എന്നുള്ളതാണ്. ദ കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ചിയാങ് കൈഷക്. കമ്മ്യൂണിസ്റ്റ് protested against the policies of Chiang Kai-shek. At that time, Mao Zedong rose to the leadership of Communist Party. ഈ ഒരു സമയത്താണ് മാവോ സേതുങ് he rose to the leadership of Communist Party. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറായിട്ട് ആര് വരുന്നത്? മാവോ സേതുങ്. Then, in 1934, under the leadership of Mao Zedong, a journey started from Jiangxi in South China. The journey ended at Henan in northwestern China. Throughout the journey, they seized out the agricultural land and villages from lords and distributed among the farmers. The journey was covered 12,000 kilometers. So it is known as Long March. Long March. This is the important incident related to the Chinese Revolution. Long March. Then Mao Zedong rose the leadership of Chinese Communist Party. Then എന്താണ് മാവോ സേതുങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറായിട്ട് വരികയും അങ്ങനെ അദ്ദേഹം 1934 ഹി സ്റ്റാർട്ടഡ് എ ജേർണി ഫ്രം കിയാങ്സ്കിയിൽ നിന്ന് അദ്ദേഹം ഒരു യാത്ര ആരംഭിച്ചു. ദെൻ ദ ജേർണി എൻഡഡ് അറ്റ് യെനാൻ. അങ്ങനെ ആ ഒരു ജേർണി അവസാനിച്ചത് യെനാനിലാണ്. ഇദ്ദേഹം ഏകദേശം 12,000 കിലോമീറ്റേഴ്സ് ഈ ഒരു യാത്രയാണ് ഉണ്ടായത്. ഈ 12,000 കിലോമീറ്ററോളം ഇദ്ദേഹം യാത്ര ചെയ്തു. ഈ ഒരു ജേർണിയിൽ ഇദ്ദേഹം ചെയ്തത് എന്താ വെച്ചാൽ പ്രഭുക്കന്മാർ പിടിച്ചെടുത്തിട്ടുള്ള ഭൂമികളെല്ലാം തന്നെ തിരിച്ച് ഫാമേഴ്സിന് തന്നെ കൊടുത്തു എന്നുള്ളതാണ് ഈ ഒരു ജേർണിയിലൂടെ അദ്ദേഹം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 12,000 കിലോമീറ്ററോളം ആണ് ഇദ്ദേഹം ഈ ഒരു ജേർണി ചെയ്തതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു ജേർണി അറിയപ്പെട്ട പേരാണ് ലോങ് മാർച്ച്. ചൈനീസ് റവല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ലോങ് മാർച്ച് എന്നുള്ളത്. മാവോ സേതുങ് ആൻഡ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി became the symbol of against the foreign power. അങ്ങനെ മാവോ സേതുങ്ങും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു സിമ്പൽ എന്ന് പറയാം നമുക്ക്. എന്തിന്റെയാണ്? ഫോറിൻ ഡോമിനേഷൻ ആൻഡ് ഇന്റർഫിയറൻസ്. ദെൻ ചിയാങ് കൈഷക് had to seek political asylum in തായ്വാൻ. അങ്ങനെ ചിയാങ് കൈഷക് അദ്ദേഹം അവിടെ നിന്ന് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് തായ്വാനിലേക്ക് പോയി. അവിടെ ഹി ഹാഡ് ടു സ്പീക്ക് പൊളിറ്റിക്കൽ അസ്ലം. പൊളിറ്റിക്കൽ അസ്ലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയ അഭയം തേടുക, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ നിൽക്കാൻ വയ്യാതെ എവിടേക്ക് രക്ഷപ്പെട്ടു? തായ്വാനിലേക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. Then Red Army of Mao Zedong captured the entire of Kuomintang rule. അങ്ങനെ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള റെഡ് ആർമി, അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലുള്ള റെഡ് ആർമി captured the power. Then China became the People's Republic on 1st October 1949 under the leadership of Mao Zedong. അങ്ങനെ ഈ ഒരു മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള റെഡ് ആർമി അധികാരം പിടിച്ചെടുക്കുകയും അങ്ങനെ ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ആയി. എന്നാണ് 1st October 1949.
1st October 1949, China became the People's Republic under the leadership of Mao Zedong. ആരുടെ നേതൃത്വത്തിലാണ്? മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലാണ് ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ആയിട്ടുള്ളത്. Let's revise the points that we have learned today. In the 20th century, China witnessed revolutions against the foreign rule and monarchy. The colonial powers of Europe and America adopted policies in China. They are opium trade and open door policy. Then the Manchu dynasty in China favored the foreign interference and domination. Some secret organization against it in 1900. The emblem of these secret organizations is Boxer's Fist, so it is known as Boxer Rebellion. Then in 1911, another revolution that took place in China under the leadership of Dr. Sun Yat-sen. Then this ended the monarchy in China. Then after the revolution, Kuomintang party established the Republican government under the leadership of Dr. Sun Yat-sen. Then he gave the importance of nationalism, democracy and socialism. These are known as 3 principles of Dr. Sun Yat-sen. Nationalism means to expel the Manchu dynasty and the imperial power. Democracy means to establish democratic form of government. And socialism means to control capital and distribute land equally. Then we have discussed about, he decided, the Dr. Sun Yat-sen decided to avoid the unjust treaties and the signed with the foreign countries. And he adopted many measures for the progress of agriculture and industry. Then after that, the China received assistance from Russia and the Chinese Communist Party was formed. In the beginning, Kuomintang party and Chinese Communist Party cooperated with each other. But this cooperation disturbed when Chiang Kai-shek became the head of the republic following the death of Dr. Sun Yat-sen. These are the incidents that related to Dr. Sun Yat-sen. Then next we have discussed about Chiang Kai-shek. Chiang Kai-shek started military autocracy in China. He gave opportunity for foreign countries to freely interfere in China. And he decided to not to cooperate. He did not cooperate with the communists. Then coal and iron industries, banking and foreign trade were controlled by the foreigners. The communists protested against the policies of Chiang Kai-shek. At that time, Mao Zedong rose to the leadership of Communist Party. Then he started a journey that was known as Long March. In 1934, under the leadership of Mao Zedong, he started a journey from Kianxi in China. The journey ended at Yan'an. Throughout the journey, he distributed the lands among the farmers. And the journey covered 12,000 kilometers. This journey was known as Long March. After that, Mao Zedong and Communist Party became the symbol of against the foreign power. Chiang Kai-shek, he had to seek political asylum in Taiwan, and Mao Zedong and his Red Army captured the power of China, and at last China became the People's Republic on 1st October 1949 under the leadership of Mao Zedong. This was about Chinese Revolution. Then an assignment for you, as usual, an assignment for you. The question is, role of Chinese government led by Sun Yat-sen in ending the foreign domination. Once again, role of the Chinese government led by Sun Yat-sen ending the foreign domination. Thank you all for listening my class.